ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലഞ്ച് റെസിപ്പി സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 1 കപ്പ് അരി വേവിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് റൈസ്, സോന മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി റൈസോ ബുള്ളറ്റ് റൈസോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. കുക്കറിൽ ഒരു വിസിലടിച്ച് എടുത്തിട്ടുണ്ട്. നോർമൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml 1 കപ്പ്. ഇതിലൊരല്പം ഉപ്പ് മാത്രമായിട്ട് വേവിച്ചെടുത്തതാണ്. മറ്റുള്ള ഇൻഗ്രീഡിയൻസ്: 2 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക, 8 അല്ലി വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞെടുക്കുക, 3 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. ഇത്രയാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടുന്നതായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ചോറിൽ കൂടുതലാണെങ്കിൽ ഇവിടെ ഉപ്പ് ഒഴിവാക്കാവുന്നതാണ്. സവാള നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറി കഴിയുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഗരം മസാല ഒട്ടും തന്നെ ഞാൻ ചേർക്കുന്നില്ല. ഗരം മസാല ഇല്ലാതെയുള്ള ഒരു തക്കാളി റൈസാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയിലേക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. റൈസ് പൊടിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കുക. എല്ലാ സ്ഥലത്തും മസാല ഒരുപോലെ പിടിക്കുന്ന വിധത്തിൽ ഇളക്കിയെടുക്കണം. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു വിഭവമാണിത്. അതുപോലെ തന്നെ ഡിന്നർ റെസിപ്പി ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. തനി നാടൻ സ്റ്റൈലിലുള്ള തക്കാളി ചോറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.